ഉപ്പയും ഉമ്മയും എനിക്ക് പൈസ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ബിസിനസ് തുടങ്ങാൻ പറ്റിയില്ല. ഞാൻ പൈസ ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്. ലാക്ക് ഓഫ് റെസ്പോൺസിബിലിറ്റി. ഈ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വീട്ടുകാരൊന്നും തന്നില്ല, അതുകൊണ്ട് ഞാൻ നന്നായില്ല. അതൊരു റീസൺ ആണോ? നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റി ആണ് അല്ലേ? നമ്മുടെ ലൈഫിൽ എന്ത് സംഭവിക്കണം, ഓക്കെ അവര് പൈസ തന്നില്ല, വേണ്ട, നമുക്ക് ഉണ്ടാക്കിക്കൂടെ? അവരെന്നെ പഠിപ്പിച്ചില്ല, വേണ്ട, നമുക്ക് പഠിച്ചൂടെ? അവരെന്നെ കല്യാണം കഴിപ്പിച്ചിട്ടില്ല, വേണ്ട, നമുക്ക് കല്യാണം കഴിച്ചൂടെ? ഓക്കെ, സോ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. ആൻഡ് കമ്മിങ് ടു റിലേഷൻഷിപ്പ്, റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് വളരെ മേജർ റോള് വഹിക്കുന്ന ഒന്നാണ്. എന്താണെന്നറിയോ? ഭർത്താക്കന്മാര് പലരും നമ്മളടുത്ത് വന്ന് പറയും, അവള് രാത്രി ഭക്ഷണം ഉണ്ടാക്കിയില്ല, കുട്ടി വിശന്ന് കരയായിരുന്നു. ആ ഭാര്യ ചിലപ്പോൾ ഒന്ന് ക്ഷീണിച്ച് കിടക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ പോയി വന്ന് തളർന്ന് കിടക്കുകയായിരിക്കും. ഭർത്താക്കന്മാര് ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോഴും കംപ്ലൈന്റ് ആർക്കാണ്? വൈഫിനാണ്. കാരണം വൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഫുഡ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള ധാരണ. അല്ല, നമ്മളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അതിനകത്ത് എന്ത് പ്രശ്നം വന്നാലും, അതായത് മക്കളുടെ പ്രശ്നം വന്നാലും അല്ലാതെ എന്ത് കോൺഫ്ലിക്റ്റ് വന്നാലും, വി ആർ ഈക്വലി റെസ്പോൺസിബിൾ ടു സോൾവ് ഇറ്റ്. അതായത് രണ്ടുപേരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുന്നു, ഒരാൾ വിത്ഡ്രോ ചെയ്യുന്നു, ഒരിക്കലും ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെന്ന് വരില്ല. അല്ലെങ്കിൽ അവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ട് മാറും. നേരെ മറിച്ച് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് എടുക്കുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ഭയങ്കര സ്മൂത്തായിട്ട്, ഭയങ്കര രണ്ടുപേർക്കും ഗ്രോത്ത് ഉള്ള രീതിയിലേക്ക് അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡിവോഴ്സ് റേറ്റ് കുറയും, കുട്ടികൾക്ക് അച്ഛനമ്മമാരെ നഷ്ടപ്പെടുന്നത് കുറയും. ഇനിയെങ്കിലും റെസ്പോൺസിബിളായിട്ട് ജീവിക്കുക എന്നുള്ളൊരു തീരുമാനം നമ്മൾ എടുക്കുക. താങ്ക് യു.